ഹായ് നമസ്കാരം. നമ്മുടെ ക്യാമ്പസ് ട്രാവൽ വ്ലോഗ് ആയിട്ടുള്ള എച്ചു ജേണി വിത്ത് ജേണക്സ് ഇന്ന് എത്തിയിരിക്കുന്നത് സെന്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അതെ, ബാംഗ്ലൂരിലുള്ള മറ്റൊരു ക്യാമ്പസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നഴ്സിംഗിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണാം, അതേപോലെ തന്നെ ഡിഗ്രിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, BCAയും BBAയും ഒക്കെ ഉള്ള അടങ്ങുന്ന കോഴ്സുകൾ അടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ക്യാമ്പസിനകത്തുള്ള നമ്മളുടെ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനും എല്ലാം കാണാനായിട്ട് അകത്തേക്ക് നോക്കാം. നമ്മളങ്ങനെ ഇവരുടെ ഡിഗ്രി ബ്ലോക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. നല്ല രീതിയിൽ, അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെയൊക്കെ നാട്ടിലെ ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു അടിപൊളി വരാന്തയും പിന്നെ ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ, എന്നാൽ നടുമുറ്റമല്ല, പക്ഷേ അത് ആൾക്കാർക്കൊക്കെ വന്ന് സ്റ്റുഡൻസിനൊക്കെ വന്നൊരു ജസ്റ്റ് ഒരു സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയ. അപ്പോൾ ഇവിടെ വരുന്നത് 3 കോഴ്സാണ്. BBA ഉണ്ട്, അതേപോലെ തന്നെ BCA, പിന്നെ BCom. ഇപ്പോൾ BComൽ വരുന്നത് ACCAയും അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെ നിരവധി BComൻ്റെ പല കോഴ്സസ് കാണാനായിട്ട് സാധിക്കും. BBAയിലേക്ക് വരുമ്പോഴത്തേക്ക് BBA ഇൻ ഏവിയേഷനിൽ തന്നെ വേറെ പല സ്ട്രീമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് BBA ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം, BBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ഒരു അടിപൊളി കോഴ്സാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനായിട്ട്. അപ്പം അത് കൂടാതെ BCAയുടെ സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ BCA ഇൻ AI അകത്ത് തന്നെ മെഷീൻ ലേണിങ്ങിനും റോബോട്ടിക്സിൻ്റെയും വരുന്നുണ്ട്. അത് കൂടാണ്ട് AI ഇൻ VRMR അതിലുള്ളത് വരുന്നുണ്ട്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിത്ത് എത്തിക്കൽ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റിയും കൂടെ അടങ്ങുന്ന ഒരു BCA ഡിഗ്രി പ്രോഗ്രാം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് BCAയിലുള്ള സ്പെഷ്യലൈസേഷൻസ്. ഇപ്പോൾ നിരവധി സെയിം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ തന്നെ ഡിജിറ്റൽ ഫോറൻസിക്സും ഒക്കെ കൂടെ വരുന്ന പല സ്ട്രീംസ് ഇതിനകത്ത് തന്നെ വീണ്ടും സ്പെഷ്യലൈസേഷനായിട്ട് വരുന്നുണ്ട്. എന്നാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ BCAയും BComഉം BBAയും പഠിക്കാനായിട്ടൊരു ശാന്തമായിട്ടുള്ള ഒരു ഒതുങ്ങിയ രീതിയിലത്തെ ഒരു ക്യാമ്പസായിട്ട് നിങ്ങൾക്ക് സെന്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവരുടെ മെയിനായിട്ടുള്ള നേഴ്സിങ്ങിൻ്റെ ബ്ലോക്കും അതിനകത്തുള്ള അമ്യൂണിറ്റീസും ലാബും അവരുടെ പോസ്റ്റിങ്സും കുട്ടികളെയൊക്കെ നമുക്ക് കാണാം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ മെയിൻ ബ്ലോക്കാണ്. അതായത് BSc നഴ്സിംഗ്, അതേപോലെ ജനറൽ നഴ്സിംഗ്, പിന്നെ BPT. ഇപ്പോൾ ഈ 3 കോഴ്സുകൾ അടങ്ങുന്ന വലിയ ബ്ലോക്കാണ് നമുക്ക് ബാക്കിൽ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് കാണാം സെന്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ്. നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ഇവിടുത്തെ ഡിഗ്രിക്കാരും അതേപോലെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റിയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ഒരു കമ്പ്യൂട്ടർ നമ്മൾ കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാബിനും ഇൻഡിവിജ്വൽ ക്യാബിനാക്കി വെച്ചിരിക്കുന്നു. സോ ഇതാണ് ഇവരുടെ ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റി. അപ്പോൾ നമുക്ക് സെന്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുറച്ച് സ്റ്റുഡൻസിനെ ലഭിച്ചിട്ടുണ്ട്. ഇവർ പല ബാച്ചിലും പല കോഴ്സുകളിലും ഉള്ളവരാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്താണ് പേരെന്താണ്? ഓക്കെ, നാട്ടിലെവിടെയാ? ഡൽഹി. ഓക്കെ. എൻ്റെ പേര് മാത്യു. ഐ ഗ്രൂ അപ്പ് ഇൻ ഡൽഹി. നാട്ടിൽ കോട്ടയം. എൻ്റെ പേര് അലൻ. ഞാൻ തൃശ്ശൂർ. My name is Sudhir. I am from West Bengal. വെസ്റ്റ് ബംഗാൾ. ഓക്കെ. My name is Donna. ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. My name is Salida. ഞാൻ ഗ്രോൺ ഹൈദരാബാദ് ആണ്. നാട്ടിൽ കണ്ണൂർ. ഓക്കെ. My name is Andrea. ഞാൻ തൊടുപുഴ. ഓക്കെ. My name is Angel. കണ്ണൂരാണ്. My name is Tindu and I'm coming from Pathanamthitta. ഓക്കെ. My name is Alina. I was born and brought up in Rajasthan and from Kottayam. ഓക്കെ. സോ കേരളത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പല നാട്ടിൽ നിന്നുമുള്ളവരാണ്, പക്ഷേ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ജീവിച്ച് വന്നവരാണ് അല്ലേ. പല കസ്റ്റംസിലും കൾച്ചറിലും ഒക്കെ അവർ വന്നിട്ടുള്ളവരാണ്. സോ നിങ്ങളോട് ബേസിക്കലി ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത്? I wanted to study in Bangalore. Okay. So a family friend had recommended this college. Okay. And that is how I came to know about this college. Okay. So it was actually recommended. Yeah, by a family friend. Okay. Family friend recommendation. Yes. Second question, ഇവിടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ടല്ലേ, ഫ്രം GNM ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ആൻഡ് BSc ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. സോ നിങ്ങളുടെ ലാസ്റ്റ് 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ കോഴ്സ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ്? ഫ്രണ്ട്സ് ആയിട്ടുള്ള മൊമെന്റ്സ്.
ഞാൻ ഫസ്റ്റ് ഇയർ ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു, മൈസൂർ ട്രിപ്പ്. ഓക്കെ. അത് ഭയങ്കര ഒരു എന്നുവെച്ചാൽ ഞങ്ങളിപ്പം BSc എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു മെമ്മറബിൾ മൂമെൻ്റ് ആയിരുന്നു. പിന്നെ കൂട്ടുകാരൊപ്പം ഉള്ള മീൻസ് ഇപ്പോൾ തേർഡ് ഇയർ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ഒരുമിച്ചുള്ള ക്ലാസ്സിൽ ഇപ്പോൾ ഒരുമിച്ച് വരുന്നത് അതൊക്കെ ഒരു മെമ്മറി മൂമെൻറ്റ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മൂമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നടന്ന ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ. ദാറ്റ് വാസ് വെരി ഗുഡ്. ഞങ്ങളെല്ലാം ഗ്രൂപ്പ് വൈസ് ആയിട്ട് വി കോർഡിനേറ്റ് എവറിത്തിങ്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾ കൺവേ ചെയ്തത് കോളേജിൽ നിന്ന്. ഓക്കെ. ഓക്കെ. സോ കോർഡിനേറ്റിംഗ് ഓൺ ഒരു ബിഗ് ഇവന്റ് അല്ലേ, പ്രോഗ്രാം. ഓക്കെ. യാ, എടുത്തു പറയാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം, പിന്നെ ഇറങ്ങാറായില്ലേ, 4th ഇയർ ആയില്ലേ, അപ്പോൾ ഓർക്കുമ്പം ഇങ്ങനെ എല്ലാ ഇയറും വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് എല്ലാം നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. ഓക്കെ. എല്ലാം ഒരുപാട് ഓർമ്മിക്കാനുള്ള മെമ്മറീസ്. ഓക്കെ, ശരി. യാ, സോ മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കോളേജിലേക്ക് വരാനായിട്ട് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ് എവിടെയാണ്? പെട്ടെന്ന് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആക്സസിബിൾ പോയിന്റ് എന്താണ്? മെട്രോ സ്റ്റേഷൻ. ഏതാണ്? ചെല്ലാക്കട്ട. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എത്ര നേരത്തെ? ഒരു 10 മിനിറ്റ് വാക്ക്, 10 മിനിറ്റ് വാക്ക്. സോ 5 മിനിറ്റ് വണ്ടിയിൽ 5 മിനിറ്റ്സേ വരത്തുള്ളൂ. ഓക്കെ. പിന്നെ ബസ് സ്റ്റേഷൻ അഞ്ചപ്പാളയ. ഓക്കെ, അഞ്ചപ്പാളയ. സോ ട്രെയിനിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRE വന്ന അല്ലെങ്കിൽ കെങ്കേരി വന്നിറങ്ങിക്കഴിഞ്ഞാൽ മെട്രോ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ വരാം അല്ലേ? ഓക്കെ. സോ ആക്സസിബിൾ ഓക്കെ അല്ലേ ബാംഗ്ലൂരിലേക്ക് മറ്റു സ്ഥലത്തേക്ക് പോകാൻ? അടിപൊളി. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു ഭാഗത്തായിരുന്നു നിങ്ങളുടെ കോളേജ്. സോ നിങ്ങളുടെ ഈ ഒരു സമയത്ത് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് അല്ലെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ, ഇടയ്ക്കെങ്കിലും ഒന്ന് പോകണം, ഒരു വട്ടം പോയിട്ട് വീണ്ടും പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാ? അങ്ങനെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ലാൽബാഗ്. ഓക്കെ. ചർച്ച് സ്ട്രീറ്റ് അടിപൊളി. നന്ദി ഹിൽസ്. ഓക്കെ. വേറെ? ഓക്കെ. സോ ബേസിക്കലി ബാംഗ്ലൂർ, സെൻട്രൽ ബാംഗ്ലൂരിൻ്റെ കുറച്ച് പ്ലേസസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു അടിപൊളി ഒരു ഫ്യൂച്ചർ നേരുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സെൻറ്റ് ബെനഡിക്സിൻ്റെ ക്യാൻറ്റീൻ ഒന്ന് കാണാനായിട്ട് വരികയാണ്. നിരവധി സ്റ്റുഡൻസ് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, പ്രോപ്പർ ലഞ്ച് ടൈമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡിലായിട്ട് ബോയ്സ് ഉണ്ട്, ഒരു സൈഡിലായിട്ട് ഗേൾസ് ഇരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ കൊടുക്കുന്നത് കേരള ഫുഡ് ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കേരള ഫുഡും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടെന്നോ, ഫുഡ് സെർവ് ചെയ്യുന്നിടത്തേക്ക് ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. വാ. അപ്പോൾ നമ്മൾ എന്താണേലും ഇന്ന് വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഭക്ഷണം ട്രൈ ചെയ്യാമെന്ന് തന്നെ ചിന്തിച്ചു. അപ്പം നല്ല കുത്തിരിച്ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ, ക്യാബേജ് തോരൻ, ഓക്കെ, പരിപ്പ് കറി, എന്താണ് പപ്പടം ഉണ്ടല്ലേ? എന്താണ് ബീട്രൂട്ടാ? പയർ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു നല്ല നാടൻ മീൽ കഴിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെയുള്ള കൂട്ടാനുകളെല്ലാം ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓംലെറ്റും വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഓരോ കോളേജും ഒരു ദിവസം വെച്ച് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വയമായിട്ട് നമ്മുടെ ശബ്ദത്തിനൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നും കഞ്ഞിവെള്ളം കിട്ടി. കഞ്ഞിവെള്ളം ഇവിടെ നിന്ന് കിട്ടിയതാണ്, ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം അടിപൊളി. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ കുത്തരിച്ചോറിൽ ഈ ഒരു കൂട്ടാനൊക്കെ കൂട്ടി നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ പറ്റിയത് ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ ലഭിച്ചിട്ടുണ്ട്. ഇവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഇവരോട് ചോദിക്കും. ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പേരെങ്ങനെയാ? പേരെന്താണ്? നാട്ടിലെവിടെയാ? കോട്ടയം. ആ, തമിഴ്നാട്. കണ്ണൂര്. ആ, ഓക്കെ. അപ്പം ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങളെല്ലാം എന്താണ്, നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണോ? ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയർ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഓക്കെ. 3 ദിവസം നോൺ വെജ്. അത് ചിക്കൻ ആണോ? അതോ ചിക്കൻ ഉണ്ട് 3 ദിവസം, പിന്നെ 3 ദിവസം മുട്ടയുണ്ട്, 3 ദിവസം എഗ്ഗും ഉണ്ട്. സോ ടോട്ടൽ 6 ദിവസം നോൺ വെജും 1 ദിവസം വെജും വരും അല്ലേ? ഓക്കെ. അപ്പോൾ സന്തോഷമാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം കിട്ടിയ സ്ഥിതിക്ക്
ഈ കോളേജ് ക്യാമ്പസിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാ? ഫേവറേറ്റ് ഇഷ്ടമുള്ളല്ലേ? ഇഷ്ടമുള്ളത് ഇടയ്ക്കൊക്കെ പോയി ഇരിക്കാൻ തോന്നുന്നത് അങ്ങനെയുള്ള അത് ഷ്രൈൻ്റെ അവിടെ. എവിടെയാ? ഷ്രൈൻ. അതെന്താണ് സംഭവം? അവിടെ ഒരു വഴി, അവിടെ പള്ളിയുണ്ട്, പിന്നെ ഒരു കുളമുണ്ട്, ഇരിക്കാനും സ്പേസ് ഒക്കെ ഉണ്ട്. തണലൊക്കെ ഉള്ള ഏരിയ ആണോ? ഓക്കെ, എന്തായാലും അവിടെ ഞാൻ പോയി നോക്കാം, കാണാം. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ നമുക്കിവിടെ മറ്റു കുറച്ച് സ്റ്റുഡൻസിനെയും കൂടെ ലഭിച്ചിട്ടുണ്ട്. ഹായ്, പേരെന്താണ്? ജോബിൻ. നാട്ടിലെവിടെയാ? പാലക്കാട്. പാലക്കാട്. ജിബിൻ. പാലക്കാട്. ജോബിൻ എറണാകുളം. ജൂഡിൽ എറണാകുളം. ഓക്കെ, എറണാകുളം. ഡാർവിൻ ആലപ്പുഴ. ആലപ്പുഴ. സോ എറണാകുളം, ആലപ്പുഴ, പാലക്കാട്. നിങ്ങൾ ട്വിൻസ് അല്ലേ? ഓക്കെ. സോ ഇങ്ങനെ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണോ സെക്കൻഡ് ഇയേഴ്സ് ആണോ? ഫസ്റ്റ് ഇയേഴ്സ് ചെയ്ത് നേഴ്സിംഗ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? നോൺ വെജ്? നോൺ വെജ് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഉച്ചയ്ക്ക് നമ്മൾ പൈസ കൊടുത്ത്. നിങ്ങൾക്ക് എക്സ്ട്രാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതെന്താ സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്ക് എല്ലാ ദിവസവും മേടിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും വെള്ളിയാഴ്ച ചിലപ്പോൾ ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഡെയിലി ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഭക്ഷണത്തിൽ എല്ലാവരും ഹാപ്പിയാണല്ലേ? കേരള ഫുഡ് തന്നെയല്ലേ കിട്ടുന്നത് 7 ദിവസവും? ഓക്കെ, നമ്മൾ ക്യാമ്പസിൽ അകത്തേക്ക് കയറി കഴിയുമ്പം ആദ്യത്തെ ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയൊരു റിക്രിയേഷൻ സ്പേസ് കുട്ടികൾക്കും അതേപോലെ തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ വന്ന് ഇരിക്കാനായിട്ടും കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെയുള്ള സ്റ്റോൺ ബെഞ്ചും മറ്റും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു മിനിയേച്ചർ പാർക്ക് പോലത്തെ ഒരു ഏരിയ. സംഭവം നല്ലൊരു വൈബ് സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാനായിട്ട്? ചെറിയൊരു കൺസ്ട്രക്ഷൻ അവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ കണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ കുറച്ച് റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. അതായത് ദ ബർഗേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു സ്റ്റേഷനറി ഐറ്റംസും അതേപോലെ തന്നെ പബ്സും, ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒരു എഗ് പബ്സ് ഒക്കെ ഉണ്ട്, ഫുൾ മുട്ടയൊക്കെ വരുന്ന എഗ് പബ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ വരുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ നാടൻ പലഹാരങ്ങളാണ്, പഴംപൊരി, മീൻകറി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഇവർക്കിത് ഈ ക്യാൻറ്റീൻ്റെ തൊട്ട് വെളിയിലായിട്ട് തന്നെ, അതായത് ജസ്റ്റ് ഒരു തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ഈ 2 റിഫ്രഷ്മെൻറ്റ് സോൺസ് വരുന്നത്. 2 അല്ല, കുറച്ചേറെ അവിടെ ഇവിടേക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ റിഫ്രഷ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമയം ചെലവഴിക്കണമെന്നുണ്ടെങ്കിലും സ്ഥലം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു അമ്യൂണിറ്റിയാണ് ഹോസ്റ്റൽ. ഹോസ്റ്റൽ ഫെസിലിറ്റി വരുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റലിലും ക്യാമ്പസിനകത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു സ്വല്പം കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഗേൾസ് ഹോസ്റ്റൽ കണ്ടോ, ഒരു വലിയൊരു ബിൽഡിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബിൽഡിങ് നിങ്ങൾക്ക് അങ്ങ് അറ്റത്ത് കാണാം. അപ്പം ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്ത് ക്യാമ്പസിനകത്ത് തന്നെ ഗേറ്റിനോട് ചേർന്ന് തന്നെയുള്ള ബിൽഡിംഗ് ആണ് ഈ ഹോസ്റ്റൽ വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു മുറി ഒന്ന് കണ്ടു നോക്കാം. സെന്റ് ബെനഡിക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോയ്സ് ഹോസ്റ്റലിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു വലിയൊരു അടിപൊളി ഒരു വീട്, നാട്ടിലൊക്കെ ഉള്ള ഒരു വലിയ വീടുണ്ടല്ലോ, വലിയ വീട്. ആ വലിയ വീടിന് സിമിലറായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നടുക്കൊരു ഫൗണ്ടനൊക്കെ കാണാം. അപ്പോൾ എനിവേ നമുക്ക് എന്താണെങ്കിലും ഇവരുടെ ഒരു റൂം ഒന്ന് കണ്ടേക്കാം അല്ലേ? നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വീതിയുള്ളൊരു വരാന്തയാണ്. വളരെ വീതി അല്ലേ? നല്ല രീതിയിലുള്ള വീതിയുണ്ട്. അപ്പം ഒരറ്റത്ത് നിന്നും അങ്ങറ്റത്തേക്ക് പല റൂമുകൾ കാണാം. ഇപ്പോൾ ഒരു റൂം നമുക്ക് കാണാം ഇവരുടെ. ഈ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂം 4 ഷെയറിംഗ് ആണ്. 4 ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബങ്കർ ബെഡിൻ്റെ താഴെ നമ്മൾ താമസിക്കാനായിട്ട് യൂസ് ചെയ്യും. മുകളിലത്തെ സ്ഥലത്ത് അവരുടെ ലഗേജസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് അല്ലാണ്ട് അവർക്ക് കബോർഡ്, സ്പെഷ്യൽ കബോർഡുണ്ട്, ഇൻഡിവിജ്വൽ ടേബിൾസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. സോ അപ്പോൾ ഇതേപോലെ സ്പേഷ്യസ് റൂമാണ്. ഇതല്ലാണ്ട് സിംഗിൾ അറ്റാച്ച്ഡ് റൂമും ഡബിൾ അറ്റാച്ച്ഡ് റൂമും മറ്റും ഇതേ ബിൽഡിങ്ങിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാണ്ട് രാവിലെ ഹീറ്റർ, ചൂടുവെള്ളമുണ്ട്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ അയണിങ്ങിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഒരു
ബിൽഡിംഗ് ആയിട്ടാണ് എനിക്കിത് ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ പറയാനുള്ളത്. നമുക്കിവിടെ സെൻറ്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസിനകത്തുള്ള ചാപ്പലിലേക്ക് വന്നപ്പോൾ നമുക്കിവിടെ ഒരു ഫാദറിനെ കാണാനായിട്ട് സാധിച്ചു. എന്താണ് ഫാദറിൻ്റെ പേര്? ഓക്കെ, നാട്ടിലെവിടെയാണ്? കട്ടപ്പനയ്ക്കടുത്ത്. ഓ ഓക്കെ. ഫാദർ, ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അതായത് അവർക്കുള്ള ആത്മീയ ഉണർവുകൾ, അല്ല അവർക്ക് വേണ്ടി ആത്മീയമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്? നമുക്ക് ഇവിടെ എല്ലാ ദിവസവും ആരാധനയുണ്ട്. 4 മുതൽ 5 വരെ 1 മണിക്കൂർ. ഓക്കെ. അതിന് ഫോളോഡ് ബൈ മാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ കുർബാനയുണ്ട്. ഇവിടെ നമുക്ക് 3 കുർബാന രാവിലെ ഉണ്ട്. ഓക്കെ. ക്യാമ്പസിന് താല്പര്യമുള്ള ഏത് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഓക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ ഫാദർ, അത് കൂടാതെ മറ്റ് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും അവൈലബിലിറ്റി ഉണ്ടോ ഇവിടെ? പുനഃസ്ഥാനത്തിനും കൗൺസിലിങ്ങും പ്രത്യേകമായിട്ട് പോസിബിലിറ്റി ഉണ്ട്. 4 മുതൽ 5 വരെ സമയം പുനഃസ്ഥാനത്തിനും കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് മാറ്റിവെച്ചേക്കാണ്. അതിനോടുകൂടി തന്നെ അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് ആ സമയങ്ങളിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ജീസസ് യൂത്തിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ട്. ജീസസ് യൂത്തിൻ്റെ എല്ലാ ആഴ്ചയിലും അതിന് പ്രത്യേക പാർട്ടികളുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേരെ കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു അവസരവും ഒരുക്കുകയാണ്. ഓക്കെ, ദൈവം എന്തായാലും വളരെയധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിലും സ്റ്റുഡൻസിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മൾ ചാപ്പലിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് 2 സ്റ്റുഡൻസിനെ ഇവിടെ നിന്ന് ലഭിച്ചു. എന്താണ് നിങ്ങളുടെ പേര്? നാട്ടിലെവിടെയാ? കോട്ടയത്ത്. ഓക്കെ. ഞാൻ റോസ്മി, ഞാനും കോട്ടയത്ത്. ഓ, 2 പേരും കോട്ടയത്ത് നിന്ന്. ഓക്കെ, നിങ്ങൾ പൊതുവെ ഇവിടെ വരാറുണ്ടോ ചാപ്പലിൽ? എല്ലാ ദിവസവും വരുമോ? ഞാൻ എന്നും ഇവിടെ കുർബാനയ്ക്ക് വരുന്ന ഒരാളാണ്. ഇവിടെ രാവിലെ 7 മണിക്കും കുർബാനയുണ്ട്, വൈകുന്നേരം 5:45 ഉണ്ട്. 4:30 തൊട്ട് ഇവിടെ എന്നും ആരാധനയുണ്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജസിലുണ്ട് ഇവിടെ? സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ്റെയും നടക്കുന്നുണ്ട്. 2 പള്ളിയിലും മൊണാസ്ട്രിയിലും ഷ്രൈനിലും നടക്കാറുണ്ട്. ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. സീറോ മലബാർ കുർബാനയൊക്കെ നമ്മുടെ മലയാള ലാംഗ്വേജിൽ തന്നെ. ആ പാട്ടൊക്കെ പാടി അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ അതേ ഫീൽ. അതേപോലെ. ഓക്കെ. അപ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊരു വലിയ ക്യാമ്പസാണ്. ആക്ച്വലി ക്യാമ്പസിൻ്റെ ഒരു ഒത്ത നടുക്കൊരു ഭാഗത്താണ് 1-2 കുരിശടികളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹെർമിറ്റേജസ് എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റോൺ ഹൗസ് ഉണ്ട്. കണ്ടോ, ഒരു സ്റ്റോൺ ഹൗസ്. ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് പേരൻസൊക്കെ വരുമ്പോൾ ഗസ്റ്റ് റൂം പോലെ കൊടുക്കും. അതായത് പേരൻസൊക്കെ വരുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരൻസിന് ഇവിടെ താമസിക്കാം. കുട്ടികൾ ഏതാണോ ഹോസ്റ്റലിലാണോ കാണാനൊക്കെ വരുന്ന സമയത്തും അഡ്മിഷൻ്റെ ടൈമിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ താമസിക്കാനായിട്ട് പറ്റും. എക്സാക്ട്ലി ഒരു സ്റ്റോൺ ഹൗസ് ആണ്. നിരവധി സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാനായിട്ടിടയായി. നിരവധി കാര്യങ്ങൾ കണ്ടു. 2 ബ്ലോക്കിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഹോസ്റ്റൽ നമ്മൾ കണ്ടു. ചാപ്പലിലെ കാര്യങ്ങൾ കണ്ടു. അപ്പം കൺക്ലൂഷനിലേക്ക് എത്തുമ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സെൻറ്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മലയാളി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ആണ്. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾസ് ഉണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ മലയാളി മാനേജ്മെൻ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പസ് മൊത്തത്തിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇവിടുത്തെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ പറഞ്ഞ കോഴ്സുകൾ BSc നഴ്സിംഗ് ആണെങ്കിലും GNM ആണെങ്കിലും BPT ആണെങ്കിലും മറ്റു ഡിഗ്രി കോഴ്സുകളാണെങ്കിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, മറ്റു കോളേജുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ റേറ്റിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു ഫീസ് സ്ട്രക്ചറിനോടൊപ്പം ക്യാൻറ്റീൻ നമ്മൾ ആദ്യം കണ്ടു. അതെ, 7 ദിവസം, ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസവും നോൺ വെജ്, 3 ദിവസം ചിക്കൻ, 3 ദിവസം മുട്ട, അങ്ങനെയുള്ള ഒരു കേരള മെസ്സിൻ്റെ മെനു അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ഒരു ക്യാമ്പസിലായിരുന്നു നമ്മളിന്ന് കാണാനായിട്ട് സാധിച്ചത്. സോ സെൻറ്റ് ബെനഡിക്ട്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഇന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, നമ്മൾ കണ്ട രീതിയിൽ വളരെ ശാന്തമായിട്ട് ബാംഗ്ലൂരിൻ്റെ ഒരു സൈഡിലേക്ക്, കെങ്കേരിക്ക് ഇപ്പുറത്തെ ഭാഗമാണ്, ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യണം. പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ വരിക, പേരൻസുമായിട്ട് വന്ന് നിങ്ങൾ ഈ ക്യാമ്പസ് കാണുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക.
നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ എന്ത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും നമ്മളുടെ ടീം അവൈലബിൾ ആയിട്ടുണ്ട്. അതെ, നമ്മളുടെ ട്രാവൽ വ്ലോഗ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന എജു ജേണി വിത്ത് ജേണക്സ് ടീം. ജേണക്സിൻ്റെ ടീം നമ്മളോട് എപ്പോൾ ഉണ്ട്. അവരുടെ ടീം നിങ്ങൾ ബാംഗ്ലൂർ വന്ന് ഇറങ്ങുന്നത് തൊട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഹെൽപ്പും, എല്ലാ രീതിയിലും കമ്മ്യൂണിറ്റീസ് കാണിക്കുന്നതും അഡ്മിഷന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള ഹെൽപ്പുകളും നിങ്ങൾക്ക് അവർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേ ട്യൂൺ. ഇനി നമ്മൾ അടുത്ത കോളേജിലേക്ക് വരും ദിവസങ്ങളിൽ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ കാണാം. ബൈ.